എന്ത് പറ്റി മനോഹരൻ ചേട്ടാ? ഇനി എന്തോന്ന് പറ്റാൻ? എന്നെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം. നാളത്തെ കാര്യം സംശയമാണ്. ജനലിൻ്റെ അടുത്ത് ജനലിൽ എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും, കുളിച്ച് അതാ. അങ്ങനെ കുറേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് വെറുതെ നിൽക്കുമ്പോൾ ടൈം പാസിന് കുടിസിയും കാണാൻ പോകും. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. A few moments later. എന്തായാലും എന്റെ രാവൻകുട്ടി, നീ ഇത്ര ചെറ്റയായി പോയല്ലോ. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ആൾക്കാർ നിന്നെ പുറത്താക്കാൻ പറഞ്ഞത് മാനേജ്മെന്റ് പുറത്താക്കാൻ എന്നോട് പറഞ്ഞില്ല. നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു, എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നുന്നില്ല. എനിക്ക് വിഷമം കാണും. പൊന്നോ ഒടുക്കത്താ. പിന്നെ ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാ പുല്ലേ. ഫുഡ് പോലും കിട്ടിയ തിന്നാ തൂറ എന്തിനാ ഇത്രയും തൂക്കമുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? എന്നാ നിനക്ക് പറയാനുള്ളത് പറ. നീ എന്തിനാ അങ്ങനെ ചെയ്തു? എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? നിന്നെ പുറത്താക്കണ്ടെന്ന് പറയുന്നില്ല, ഒരാള് പോലും പറയുന്നില്ല. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാ. കൊള്ളാം, വളരെ ഗംഭീര പെർഫോമൻസ്. എടാ കൊച്ചന്മാരെ, ഇത് വളരെ ചീപ്പ് വേലയായി പോയല്ലോ. പണ്ടേ വിചാരിച്ചുള്ളൂ ഇതൊന്നും ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആല പിടിച്ചാ കിട്ടൂ. അങ്ങനെ 10 കാര്യമില്ല. എല്ലാവരും കിക്ക് എന്നാ പറയുന്നത്. സ്റ്റിൽ നീ കരുന്ന് കണ്ടോ ആൾക്കാർ കിക്ക് എന്ന് പറയുന്നത്, നിന്നെ പുറത്താക്കുന്ന പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഇവിടെ ചാറ്റ് പറയുന്നതിന്റെ അപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയും. അമ്മോ നീ കാണാൻ പോണേള്ളു. മോനെ, നിന്നെ പുറത്താക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. എല്ലാരും നിന്നെ പുറത്താക്കാനാ പറയുന്നത്. 10:30 ട്രെയിൻ ഉണ്ട്, താ വേണമെങ്കിൽ അത് കയറി ഒരടി മിസൈൽ